ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അൻസൂസ് കിച്ചൻ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡോണറ്റാണ്. ഡോണറ്റിന് എന്തൊക്കെ വേണം എന്ന് നമുക്ക് നോക്കാം. മൈദപ്പൊടി ഞാനൊരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ പഞ്ചസാര. ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്ന ബട്ടറാണ്. ഒരു 50 ഗ്രാം ബട്ടർ മതി കേട്ടോ. ഇതിപ്പോൾ 100 ഗ്രാം ഉണ്ട്. ഒരു മുട്ട, ഒരു 1/2 കപ്പ് പാലിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് ചൂടാക്കി എടുത്തതാണിത്. ഇതിലാണ് നമ്മൾ ഈ ബാറ്റർ മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. പിന്നെ വേണ്ടത് ഈസ്റ്റാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഡോ തയ്യാറാക്കുന്നതെന്ന്. ആദ്യമായിട്ട് നമുക്കൊരു ഡിഷ് എടുക്കാം. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാലും പഞ്ചസാരയും ഈസ്റ്റാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് ഇതിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കാരണം ആ ഈസ്റ്റ് ഒന്ന് ഫോം ചെയ്ത് വന്നം അതിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റ് എല്ലാം ഇതിൽ അലന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട ഒഴിക്കാം. ഇതൊന്ന് പതപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മളിതിപ്പോൾ ഈ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരല്പം സൺഫ്ലവർ ഓയിൽ കയ്യിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒരു 10 മിനിറ്റ് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് ഒരു മണിക്കൂറെങ്കിലും അടച്ചു വെക്കണം. അപ്പോൾ ഇത് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് ദേ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് പരത്തിയെടുക്കണം. ഒരു ഇഞ്ച് കനത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. അതിന് കുറച്ച് മൈദ തൂക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതൊരു ഇഞ്ച് കനത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ച്, ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സാണ്, ഇതുപോലെ നല്ല എഡ്ജുള്ള ഒരു റൗണ്ട് ഷേപ്പ് വെച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇത് ഞാനൊരു നോസിലാണ് എടുത്തേക്കണേ. അതിൻ്റെ നോസിലിൻ്റെ തുമ്പുകൊണ്ട് അതിൻ്റെ റൗണ്ടും കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്ന് നമുക്ക് ഇട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് സിമ്മിലിട്ടിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേകൂല.
നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മളിപ്പോൾ ഇതുപോലെ വറുത്ത് കോരിയിട്ടുണ്ട്. ഒരുപാട് എണ്ണയൊന്നും കുടിക്കൂല. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം എണ്ണയൊന്ന് ഫ്ലെയിം കൂട്ടി വെക്കണം. ഒന്ന് ശരിക്ക് ചൂടായി വരുമ്പോൾ സിമ്മിലേക്ക് ആക്കിയിട്ട് അടുത്തത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഡോണട്ട് എല്ലാം ഇവിടെ എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ഡോണട്ട് ആട്ടോ. അതെ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇനി ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തതാണ്. നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ചോക്ലേറ്റിൽ എല്ലാം ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുത്തു. നല്ല അടിപൊളി ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഇത് തന്നെയാണ്, അതേ ടേസ്റ്റും അതേ ടെക്സ്ചറുമാണ്. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടിച്ച പഞ്ചസാരയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദേ ഷുഗർ ഡോണറ്റും ചോക്ലേറ്റ് ഡോണറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരു ഡോണറ്റ് കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ 30 രൂപയാണ്. ഇതിപ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൻ.